ഇത് നല്ലൊരു സോയ ചങ്കാണ്. അയ്യോ, ഇത് തട്ടിക്കൊണ്ട് പോയി. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ സ്വാദിഷ്ടമായ രീതിയിൽ എങ്ങനെയാണ് സോയ ചങ്ക് ഉലർത്തിയത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. എൻ്റെ മോൻ നേരത്തെ വന്ന് തട്ടിക്കൊണ്ട് പോയതാണ് വീഡിയോ എടുക്കാതെ എടുത്ത്. സോയാബീൻ ഉലർത്തിയതിന് വേണ്ടിയിട്ട് നമ്മൾ 1 കപ്പിൽ സോയാബീനാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ച് കുതിർക്കാനായിട്ട് വെക്കാം. കുതിർക്കുമ്പോഴേ നമുക്ക് ഇത് വെന്ത മാതിരി വരും. ഇത് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും വെന്ത മാതിരി മുകളിലേക്ക് പൊങ്ങി വരും. അപ്പോഴാണ് നമുക്ക് ടേസ്റ്റ് കിട്ടുന്നത് കറിക്ക്. അല്ലെങ്കിൽ കട്ടി പോലെ ഇരിക്കില്ലേ. ഇതിനായിട്ട് നമുക്ക് 2 മീഡിയം സൈസ് സവാള വേണം. അതേപോലെ ഒരു ചെറിയ തക്കാളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരു പച്ചമുളക്, ഇവിടെ ഞാൻ 3 അല്ലി വെളുത്തുള്ളിയും കൂടെ എടുത്തിട്ടുണ്ട്. ഇത്രയാണ് നമുക്ക് കറിയിൽ ചേർക്കാനായിട്ടുള്ള സാധനങ്ങൾ. ഇനി നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം. ഇപ്പോൾ സോയാബീൻ കുതിർന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇങ്ങനെ വീർത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇത്രയും സമയം മതി നമുക്ക് കുതിർത്തിട്ടിരിക്കാനായിട്ട്. ഇനി നമുക്കിതിലെ വെള്ളം ഊറ്റിക്കളയാം. ഇതിലേക്ക് കുറച്ച് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലെ വെള്ളം മുഴുവൻ പോകുന്ന രീതിയിൽ അമർത്തി പിഴിഞ്ഞെടുത്ത് മാറ്റി വെക്കുക. അപ്പോൾ നമ്മളിതിലെ വെള്ളമെല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്നുകിലും മുഴുവനായിട്ടും ഇടാം, അല്ലെങ്കിൽ കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് കട്ട് ചെയ്തും കുറച്ച് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ എല്ലാം നമുക്ക് ഇങ്ങനെയൊന്ന് ആക്കിയെടുക്കാം. ഇപ്പോൾ നമ്മളെല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിൽ ചേർക്കാനുള്ള പൊടികളാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂണോളം പെരുംജീരകത്തിൻ്റെ പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയാണ് നമ്മൾ ചേർക്കുന്നത്. വെളിച്ചെണ്ണയിൽ കടുകും മുളകും ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് നേരം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് നമുക്ക് തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. തക്കാളി ഇപ്പോൾ നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന സോയാബീൻ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് തിളച്ച വെള്ളവും കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വറ്റിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ സോയാബീൻ ഉലർത്തിയത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതേപോലെ അല്പം ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്ത് ഇളക്കിയെടുത്താൽ സൂപ്പറാണ്. നല്ല അടിപൊളിയായിട്ടുള്ള സോയാബീൻ ഉലർത്തിയത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചോറിനോടൊപ്പമോ അല്ലെങ്കിൽ അപ്പത്തിൻ്റെയൊക്കെ കൂടെ കഴിക്കാനായിട്ട് സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക. ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്താൻ മറക്കല്ലേ.